ഹായ് ഫ്രണ്ട്സ്, റംജാനിൻ്റെ ഷോപ്പിംഗ് വീഡിയോ ഉണ്ടല്ലോ. ഇതിപ്പോൾ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി. ഇന്നാണ് അപ്ലോഡ് ചെയ്ത് യൂട്യൂബിലിടാൻ പറ്റിയത്. അത് ഞാൻ എൻ്റെ താത്താരെ വീട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അവിടെ നിന്നാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയത്. മക്കൾക്ക് രണ്ടുപേർക്ക് മാത്രമേ ഡ്രസ്സ് എടുക്കുന്നുള്ളൂ. എനിക്ക് ഞാൻ ഇടാത്ത എന്നുവെച്ചാൽ ഒരു ദിവസം പോലും ഇടാത്ത ടോപ്പൊക്കെ ഉണ്ട്. പിന്നെ എനിക്കത് മതിയെന്ന് കരുതി. ഇപ്പോൾ ഈ ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിൽ വെച്ചാലും ഉണ്ടല്ലോ, നമുക്ക് അങ്ങനെ ഒരിടവും പോകാനില്ല. എന്നും വീട്ടിൽ തന്നെയാണ്. എവിടെയെങ്കിലും പോകുമ്പോഴാണല്ലോ ഡ്രസ്സൊക്കെ ഇടുന്നത്. പിന്നെ വെറുതെ എടുത്ത് വെച്ചിട്ട് എന്തിനാണ്? ഓൾറെഡി ഇപ്പോൾ ഇടാത്ത 2 ടോപ്പുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് പെരുന്നാളിന് അത് മതി. നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മക്കൾക്കാകുമ്പം അവർക്ക് പെരുന്നാളെന്ന് കേൾക്കുമ്പോൾ അവർ ചോദിക്കും, ഡ്രസ്സ് എടുക്കുന്നില്ലേ? നമ്മളും ചെറുതിൽ അങ്ങനെയൊക്കെ ആണല്ലോ. പെരുന്നാൾ വരുമ്പോൾ ഡ്രസ്സൊക്കെ എടുക്കണതിൻ്റെ ഒരു ടെൻഡൻസി ഒരു ഉമ്മാരുടെ അടുത്തൊക്കെ ചോദിക്കുന്നത്. അതുപോലെ തന്നെ പെരുന്നാൾ വരുമ്പോൾ അവർക്ക് ഹാപ്പി. മൈലാഞ്ചി ഇടാനും പുതിയ ഡ്രസ്സ് ഇടാനും അങ്ങനെയൊക്കെ. അങ്ങനെ താത്താരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. താത്താരുടെ വീട് കോവളമാണ്. ഈ കാണുന്നത് കോവളം ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് ബസ് കയറിയാണ് പോകുന്നത്. സാധാരണ മുൻപൊക്കെ പോയി എടുത്തുകൊണ്ടിരുന്ന രാമചന്ദ്രനാണ്. മിക്കവാറും എല്ലാ പെരുന്നാളിനായാലും എന്ത് ഫംഗ്ഷനായിരുന്നാലും മുൻപൊക്കെ പോകുന്നത് രാമചന്ദ്രനാണ്. രാമചന്ദ്രയിൽ പോകും. പിന്നെ അവിടെ പോയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോത്തീസിൽ പോകും. അങ്ങനെയൊക്കെയാണ് മുന്നേയൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ രാമചന്ദ്രയിൽ പൊയ്ക്കഴിഞ്ഞാലുള്ള പാടെന്തെന്ന് വെച്ചാൽ രാവിലെ പൊയ്ക്കഴിഞ്ഞാൽ രാത്രിയാവും എത്തുമ്പോൾ. ഇതിപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അമ്പലത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. കോവളത്തു നിന്ന് അമ്പലത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അമ്പലത്തിൽ ഇറങ്ങിയത് ഒരു ഓട്ടോയിൽ കയറി ഹൈവേയിലാണ് ഈ കട ഇരിക്കുന്നത്. അബാബിയിൽ എന്നൊരു കട. ഇവിടെ നിന്നാണ് തുണി എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നല്ല പുതിയൊരു കടയാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ മൊത്തം റീൽസ് കണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. പക്ഷേ ഒരുപാട് നല്ല ഡ്രസ്സുകളും 3 നിലയാണുള്ളത്. താഴത്തെ നില മൊത്തം ഫാൻസി ഐറ്റങ്ങളാണ്. കമ്മൽ, വള, എന്ത് പലതരം ഐറ്റങ്ങൾ. പിന്നെ ക്രീമുകളും ബോഡി ലോഷൻ, മുഖത്തിടുന്ന എന്ത് ഐറ്റങ്ങളും, മേക്കപ്പ് സാധനങ്ങൾ, പിന്നെ ബണ്ണുകൾ, ഇതൊക്കെ കാണുന്നില്ല. ബോകൾ, കുട്ടികൾക്കും എല്ലാവർക്കും, മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ആവശ്യത്തിനുള്ള ഒരുപാട് സാധനങ്ങൾ. ബാഗ്, കൊലുസ്, മാല എന്ന് വേണ്ട ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിൽ താഴത്തെ നില ഗ്രൗണ്ട് ഫ്ലോർ എന്നല്ലേ പറയുന്നത്. പിന്നെ അടുത്ത നില, അതിൻ്റെ മുകളിലത്തെ നിലയിലുള്ളതാണ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഉള്ള ഡ്രസ്സ്. അതിൻ്റെ മുകളിലത്തെ നിലയിലുള്ളത് ജെൻസിനുള്ളതാണ്. ജെൻസിൻ്റെ ഉള്ളതും വലിയ ആൾക്കാർക്കുള്ളതും കൊച്ചുകുട്ടികൾക്കുള്ളതും എല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഫാൻസി ആയിട്ട് അവിടെ കുറച്ച് നേരം നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ മുകളിലത്തെ നിലയിലോട്ട് പോയി. കാരണം ഇവിടെ നിന്നാണല്ലോ നമുക്ക് ഡ്രസ്സ് എടുക്കേണ്ടത്. സൂപ്പർ ഡ്രസ്സുകളാണ് കേട്ടോ. കണ്ണ് മഞ്ഞളിച്ചെന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി. കൊറിയൻ ഡ്രസ്സ് അവിടെ മിക്കവാറും എല്ലാവരും വന്ന് എടുക്കുന്നത് കൊറിയൻ ഡ്രസ്സ് എന്നാണ്. കൊറിയൻ ഡ്രസ്സാകട്ടെ, കുർത്തി ആകട്ടെ, പലതരം മോഡലിലും പലതരം നല്ല സൂപ്പറാണ്. ഇത് ഞാൻ ഒരാൾക്ക് എടുത്തതാണ്, കൊറിയൻ ഡ്രസ്സ് മോഡൽ. പിന്നെ ആ വ്യക്തി അവരുടെ കയ്യിലിരിക്കുന്നതാണ് കുർത്തി. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്, ഒത്തിരി കളക്ഷനുണ്ട് അവിടെ. ഇത് അമ്പലത്തറ ഹൈവേയിലാണ് ഈ കട വരുന്നത്. അബാബിയിൽ എന്നാണ് കടയുടെ പേര്. ഇത് ഇൻസ്റ്റാഗ്രാമിലേക്ക് മൊത്തം റീൽസാണ്. മൊത്തം റീൽസ് എന്ന് വെച്ചാൽ നല്ല പലതരം ഐറ്റം ഡ്രസ്സുകളാണ് ഇവിടെ. കണ്ടു കഴിഞ്ഞാൽ കണ്ണ് മഞ്ഞളിച്ച് പോവും. പക്ഷേ ഇവിടെ പോകുന്നതൊരു എനിക്ക് ഡ്രസ്സ് എടുക്കണം എന്നുള്ളൊരു വിചാരമേ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ കളക്ഷൻ കണ്ടിരുന്നപ്പോൾ ഞാൻ കരുതി എനിക്കൊരു ജോഡി ഡ്രസ്സ് എടുക്കണം. ഇനിയിപ്പോൾ എൻ്റെ താത്തയുടെ, എൻ്റെ വലിയമാരുടെ മോൻ്റെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി എങ്ങനെയായാലും ഇവിടെ നിന്ന് ഒരു ഡ്രസ്സ് എടുക്കണം. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും താഴോട്ട് വന്നു. ഫാൻസി ഐറ്റങ്ങളിലും പലതരം കമ്മലുകളായിട്ട് എന്ത് രസമുള്ള കമ്മലുകളാണ്. ഞാൻ കമ്മലൊക്കെ വാങ്ങിക്കണമെന്നുണ്ട് മക്കൾക്ക്. പക്ഷേ ഇപ്പോൾ വാങ്ങിച്ചു വെച്ചാൽ ശരിയാകില്ല. കല്യാണത്തെ അടുപ്പിച്ച് വാങ്ങിച്ചു വെച്ചാൽ കാണും. ഇപ്പോഴേ വാങ്ങിച്ചു വെച്ചാൽ ഉപയോഗിക്കും. അന്ന് തന്നെ എടുത്തിടാൻ തുടങ്ങും. എന്ത് രസമാണ്. ഒരുപാട് തിരക്കിൽ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. നന്നായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ലെന്ന് വേണം പറയാൻ വേണ്ടി. അത്രയ്ക്കും തിരക്കായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ റമദാൻ കഴിയുന്നത് വരെ തിരക്ക് തന്നെ ആയിരിക്കും. പിന്നെ ഒത്തിരി ഐറ്റങ്ങൾ എൻ്റെ മോളെടുത്ത് വീഡിയോ എടുക്കാൻ കൊടുത്തപ്പോൾ അവൾ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി എടുത്തതാണ്. നല്ല കമ്മലുകളാകട്ടെ, എന്ത് പറയണമെന്ന് അറിയണ്ട. ജിമിക്കി ആകട്ടെ, പിന്നെ മേക്കപ്പ് സാധനം, ഐലൈനർ ആകട്ടെ, ഐഷാഡോ, മേക്കപ്പ് സാധനം മൊത്തത്തിൽ ഒരു ബാഗുകൾ. ഈ താഴെ മൊത്തം ഫാൻസി ഐറ്റത്തിന് അവിടെ ഫർദയുണ്ട്. അതാ കാണുന്നില്ല, ആ സൈഡിൽ കിടക്കുന്ന ഫർദയുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മൊത്തം നോക്കി വീഡിയോ ഒക്കെ എടുത്ത് പെട്ടെന്ന് കാര്യം കഴിഞ്ഞു കേട്ടോ. പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്പീഡിൽ കാര്യം നടത്തും. പക്ഷേ രാമചന്ദ്രനാണെങ്കിൽ പോയി തിരക്കി. പിന്നെ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളടുത്തെല്ലാം പറഞ്ഞ് പോയി രാവിലെ പോയി കഴിഞ്ഞാൽ വരുത്തുമ്പോൾ വൈകുന്നേരം രാത്രി നോമ്പുറങ്ങണതിന് മുമ്പ് എത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല. ഒരു അരമണിക്കൂർ കൊണ്ട് കാര്യമെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് വീണ്ടും ഒരു ഓട്ടോയിൽ കയറി അമ്പലത്തറ ജംഗ്ഷനിൽ എല്ലാവരും ഹോസ്പിറ്റലുണ്ടല്ലോ അതിൻ്റെ അടുത്ത് എത്തിയിട്ട് അവിടെ നിന്ന് നിന്നപ്പോഴേക്കും ബസ് കാത്ത് നിന്നപ്പോഴേക്കും വിഴിഞ്ഞം പോണൊരു ഓട്ടോ കിട്ടി. ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് കോവളത്താണ്. പിന്നെ ആ വിഴിഞ്ഞം പോണ ഓട്ടോയിൽ കയറി. അതുകൊണ്ട് അധികം ക്ഷീണവും ഇല്ലായിരുന്നു നോമ്പായതുകൊണ്ട് തന്നെ. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.